കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നൊന്നുമില്ല. നേരെ ഹോസ്റ്റലിലോട്ട് വരാനുള്ള തിരക്കായി. നേരെ ഹോസ്റ്റലിൽ ഞാനും മനോജും കൂടി വണ്ടിയിൽ കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ വന്നു. അങ്ങനെ വന്നതിന് ശേഷം നേരെ ഐസ് ബാത്ത് ചെയ്യാമെന്ന് വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ഐസ് ബാത്ത് ചെയ്യണ ഇതിനകത്ത് ഇതിനകത്തും വെള്ളം നിറച്ചിങ്ങനെ വച്ചിട്ടുണ്ട്. അങ്ങനെ ഐസ് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അലനും അക്ഷയും കൂടി റെഡിയായി. രാത്രി ആയപ്പോഴത്തേക്ക് അങ്ങനെ ഐസൊക്കെ ഇട്ട് ഐസ് ബാത്ത് രാത്രി ചെയ്ത് 21 കിലോമീറ്റർ ഓടിയല്ലേ, എന്തായാലും മസിൽസിന് നല്ല സോർനെസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസൊക്കെ ഇട്ട് കുറേ നേരം അങ്ങനെ ഐസിൽ കുറച്ച് നേരം ഇരുന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ 3 പേര് ഇരുന്നപ്പോൾ തന്നെ ഐസെല്ലാം അലിഞ്ഞ് വെള്ളമായി റെഡിയായി. അതിന് ശേഷം പിറ്റേ ദിവസം ഇറങ്ങി ഞാൻ ഒന്ന് വാമപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് 30 മിനിറ്റ്. അങ്ങനെ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ വാമപ്പെല്ലാം കഴിഞ്ഞ് 30 മിനിറ്റ് ഈസി കണ്ടിന്യൂസ് ഓടി. ഇനി എനിക്ക് പിന്നെ തിരിച്ച് അടുത്ത ദിവസം പോവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനി കോതമംഗലത്ത് നേരെ കോട്ടയം പാലയിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഇവിടുന്ന് കോളേജിൽ നിന്ന് നേരെ ഇനി പോകേണ്ട പാലയിലാണ്. അങ്ങനെ ഡ്രസ്സെല്ലാം ചെയ്ത് സെറ്റായി പാലയിലോട്ട് വിടാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി. അപ്പോൾ സൈഡിലൊരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ഉറക്കം. അവൻ കിടന്നിറങ്ങി. അങ്ങനെ നേരെ പാലയിലെത്തി. ഗ്രൗണ്ടിലാണ് എത്തിയത്. അപ്പോഴത്തേക്കും ഇവിടെ ഡക്കയുടെ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴും ഇന്ദ്രൻ്റെ കൂട്ടുകാരനും അലനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് മത്സരമൊക്കെ കണ്ട്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നൈസായിട്ട് പോയി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനും അലനും പോയി ചായ കുടിച്ച് റൂമിൽ വന്നു. ഇതാണ് നമ്മുടെ ഡോമിട്രി. മരെല്ലാം കൂടെ ഇവിടെ കുളമാക്കി ഇട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങണം, രാവിലെ എഴുന്നേറ്റ് ഓടണം. ഇത് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളൂ.